Good morning, my dear students. Welcome back to our online class. In the last class, we have completed our 10th chapter. Today, we are going to discuss our 11th chapter. The title of the chapter is Individual and Society. The chapter begins with a diary. See the description. Mother woke me up as usual. I brushed my teeth, washed face, and sat with my brother to study. The milkman arrived by then. Mother prepared tea for us. The newspaper man came, and I read the newspaper sitting near my father. By the time I got ready for school, grandmother had set food at the table. We all had breakfast together. Soon my friends Rema and Aisha came. I took my bag and rushed out to join them. While walking to school, I stepped back to give way to a vehicle. I tripped over a stone lying on the road. Aisha let out a loud cry. Someone came and took me to the nearby hospital. The doctor dressed up the wound. We took rest for a while and then went to school. When we reached the class, our friends gathered around me and asked what had happened. It was Gemma who replied to everyone. The bell rang. In the first period, Shilpa teacher taught us English. How interesting her class is. Soon I forgot the pain in my wounded knee. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ 11ാമത്തെ ചാപ്റ്ററാണ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇത് തുടങ്ങുന്നത് ഒരു ഡയറി കുറിപ്പായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡയറി എഴുതിയിട്ടുള്ളത് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മിയ എന്ന് പറഞ്ഞ ഡയറി എൻട്രി ഓഫ് മിയ എ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിയയുടെ ഒരു ഡയറി. ആ ഡയറിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡയറിയിൽ മിയ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡയറി എഴുതുന്ന ഒരു ഹാബിറ്റ് ഉണ്ടോ? അങ്ങനെ വെച്ചാൽ ഓരോ ദിവസവും എന്തൊക്കെയാണ് കാര്യങ്ങൾ അത് എഴുതി വയ്ക്കുക. അപ്പോൾ അതിൽ പറയുന്ന എന്താണ്, ആസ് യൂഷ്വൽ എന്നും ചെയ്യുന്നത് പോലെ തന്നെ അമ്മ വിളിച്ചു, അതുപോലെ തന്നെ ബ്രഷ് ചെയ്തു, അതിനുശേഷം മുഖമൊക്കെ വാഷ് ചെയ്ത് പഠിക്കാനിരുന്നു. പിന്നീട് അതിനുശേഷം പാലുമായിട്ട് ആൾ വന്നു, അമ്മ ചായ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ ആൾ വന്നു. അങ്ങനെ അച്ഛൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഫാദറിൻ്റെ ഒപ്പം ഇരുന്ന് ആ ന്യൂസ് പേപ്പർ വായിച്ചു അല്ലേ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്ത്, ഗോട്ട് റെഡി ഫോർ സ്കൂൾ അല്ലേ, സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഗ്രാൻഡ് മദർ ഹാഡ് സെറ്റ് ഫുഡ് അറ്റ് ദ ടേബിൾ. അങ്ങനെ ഗ്രാൻഡ് മദർ ഫുഡ് ടേബിളിൽ കൊണ്ട് കൊടുത്തു. വി ഓൾ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഗദർ. സൂൺ മൈ ഫ്രണ്ട്സ് രമ ആൻഡ് ആയിഷ കെയിം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും മിയയുടെ ഫ്രണ്ട്സായിട്ടുള്ള രമയും ആയിഷയും വന്നു. അങ്ങനെ അവരോട് കൂടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വൈൽ വാക്കിംഗ് ടു സ്കൂൾ ഐ സ്റ്റെപ്ഡ് ബാക്ക് ടു ഗിവ് വേ ടു എ വെഹിക്കിൾ. ഐ ട്രിപ്ഡ് ഓവർ എ സ്റ്റോൺ ലൈയിങ് ഓൺ ദി റോഡ്. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴി ഒരു വണ്ടി വരുമ്പോൾ അതിന് സൈഡ് കൊടുത്ത സമയത്ത് എന്താ ചെയ്തതെന്ന് മിയ റോഡിലേക്ക് വീഴുകയാണ്. അങ്ങനെ മിയയുടെ ഫ്രണ്ടായിട്ടുള്ള ആയിഷ വളരെ ഇത് കണ്ടതോട് കൂടിയിട്ടൊരു ആയിഷ ലെറ്റ് ഔട്ട് എ ലൗഡ് ക്രൈ. വലിയൊരു കരച്ചിലുണ്ടായി കണ്ടതോട് കൂടിയിട്ട്. അങ്ങനെ ആരൊക്കെയോ അപ്പോഴേക്കോ ഓടി വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ മുറിവൊക്കെ ഡോക്ടർ ഡ്രസ്ഡ് അപ്പ് ദ വോണ്ട് അല്ലേ, മുറിവൊക്കെ ഡോക്ടർ ഡ്രസ്സ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഹോസ്പിറ്റലിൽ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ സ്കൂളിലേക്ക് പുറപ്പെട്ടു. വെൻ വി റീച്ച്ഡ് ദ ക്ലാസ് അവർ ഫ്രണ്ട്സ് ഗ്യാതേർഡ് അറൗണ്ട് മീ ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹാഡ് ഹാപ്പൻ. ഇറ്റ് വാസ് രമ ഹു റിപ്ലൈഡ് ടു എവരി വൺ. പിന്നെ സ്കൂളിൽ എത്തിയതോട് കൂടിയിട്ട് ഫ്രണ്ട്സൊക്കെ ചുറ്റും കൂടി എന്താ സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ മിയയുടെ ഫ്രണ്ടായിട്ടുള്ള രമയാണ് എല്ലാവരോടും കൂടിയിട്ട് ഇതിന് റിപ്ലൈ കൊടുത്തത്. അങ്ങനെ ബെല്ലടിച്ചു. ദ ബെൽ റാങ്. ഇൻ ദ ഫസ്റ്റ് പീരീഡ് ശില്പ ടീച്ചർ ടോട്ട് അസ് ഇംഗ്ലീഷ്.
അങ്ങനെ സ്കൂളിലെത്തി ബെല്ലടിച്ച ആദ്യത്തെ പീരീഡ് ഇംഗ്ലീഷിൻ്റെ ടീച്ചറായിട്ടുള്ള ശില്പ ടീച്ചറായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അതോട് കൂടിയിട്ട് മിയ എന്ത് ചെയ്തു, തൻ്റെ കാലിലെ ആ മുറിവ്, മുട്ടിന്മേലുള്ള മുറിവിൻ്റെ പെയിനൊക്കെ അവൾ മറന്നു. അപ്പോൾ അവളുടെ ഒരു ദിവസം അവൾക്ക് സംഭവിച്ചിട്ടുള്ള രാവിലെ മുതൽ സ്കൂളിൽ വൈകിട്ട് വരെ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ഡയറിയിൽ പറയുന്നത്. അപ്പോൾ മിയ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ ഫോർ ഡിഫറെൻറ്റ് നീഡ്സ് ഇൻ ദി മോർണിംഗ്. മിയ രാവിലെ മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, മിയയുടെ പല ആവശ്യങ്ങൾക്കുമായിട്ട് പല ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി പീപ്പിൾ ഡു യു ഇൻട്രാക്ട് വിത്ത് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എ ഡേ, ഹൂ ആർ ദേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം എത്ര ആളുകളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഓരോരുത്തരും ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ എത്ര ആളുകളുമായിട്ടാണ് നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കാര്യം ആലോചിച്ചാലും അറിയാം, രാവിലെ മുതൽ പിന്നെ നിങ്ങളെ വിളിക്കുന്നത് മുതൽ സ്കൂളിൽ വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഓരോരുത്തരും ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി ടീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ ആരൊക്കെയാണ് നിങ്ങളെ ഒരു ദിവസത്തിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നത്, ആ പോയിൻറ്റ്സാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, മദർ അല്ലേ. മദർ ഉണ്ട്, ഫാദർ ഉണ്ട്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ടീച്ചർ. ഇങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരിക്കും. അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ഈ ഒരു ഡയറി കൊടുക്കാൻ കാരണം ആരുമായൊക്കെയാണ് ഒരു ദിവസം നമ്മൾ ഓരോരുത്തരും ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഡയറി അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും, ഹൗ ഇമ്പോർട്ടൻറ്റ് യുവർ ഫാദർ, മദർ, സിബ്ലിങ്സ്, നൈബേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആർ ഇൻ യുവർ ലൈഫ്. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓരോരുത്തരും, ഫാദർ ആയാലും മദർ ആയാലും നമ്മുടെ വേണ്ടപ്പെട്ടവരായാലും ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. ദ കംഫർട്ട് ഓഫ് ബീയിങ് ടുഗദർ. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഓരോരുത്തരും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ കാണുന്നുണ്ട്. ഓരോരുത്തരും എങ്ങനെയാണ് ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇവിടെ ടീച്ചറുണ്ട്, ഫാദർ, മദർ, ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ ഒരു ഷോപ്പ് നടത്തുന്ന ആൾ, നൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സിറ്റുവേഷനും ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ് ത്രൂ വിച്ച് സോഷ്യൽ റിലേഷൻഷിപ്സ് ആർ ക്രിയേറ്റഡ്. ഏത് സോഷ്യൽ റിലേഷൻഷിപ്പാണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ സെൻറ്ററിൽ ഒരു ഗേൾ ഉണ്ട് അല്ലേ. ആ ഗേള് ഓരോ ദിവസവും ആരുമായൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുന്നു, അതാണ് ഈ ഒരു സർക്കിളിൽ കാണിച്ചിട്ടുള്ളത് പിക്ചറിൽ. അപ്പോൾ ഈ ഒരു ഗേളിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും പിന്നെ ആരുമായൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ടേബിളിൽ, അതിൻ്റെ താഴെയുള്ള ടേബിളിൽ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്. ഈ ഗേള് അവളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോക്കിംഗ് വിത്ത് നൈബേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യുക. ഈ ഒരു ടേബിളാണ്, ഈ ടേബിളിൽ അതാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് എന്നുള്ളത്. ഇനി അടുത്തത് നോക്കിയേ. ആൻ ഇൻഡിവിജ്വൽ ബിഗൺസ് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് റൈറ്റ് ഫ്രം ദി ടൈം ഓഫ് ബർത്ത്. Family, neighbors, friends and teachers play important roles in the development of an individual. It is from the society that we internalize language, dress code, manners and culture. An individual establishes relationship with different people at each stage of his life. Society is a large group where such webs of relationship exist. Society forms the foundation for an individual's development and existence. ഇനി എങ്ങനെയാണ് ആൻ ഇൻഡിവിജ്വൽ ബിഗിൻസ് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് റൈറ്റ് ഫ്രം ദി ടൈം ഓഫ് ബർത്ത്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരാളെങ്ങനെയാണ്, അയാൾ ജനിക്കുമ്പോൾ മുതൽ തന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫാമിലി, നൈബേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ട്? അവരുടെ ഫാമിലി ഉണ്ട്, നൈബേഴ്സ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരുമാണ്.
It is from the society that we internalize language, dress code, manners and culture. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണ് നമ്മുടെ ലാംഗ്വേജ്, ഡ്രസ് കോഡ്, മാനേഴ്സ്, കൾച്ചർ എന്നിവയെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നത്. An individual establishes relationship with different people at each stages of his life. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ തൻ്റെ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പീപ്പിളുമായിട്ടാണ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ സൊസൈറ്റി ഈസ് എ ലാർജ് ഗ്രൂപ്പ് വേർ സച്ച് വെബ്സ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ലാർജ് ഗ്രൂപ്പാണ്. അതുപോലെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലാർജ് ഗ്രൂപ്പാണ്. സൊസൈറ്റി ഫോംസ് ദി ഫൗണ്ടേഷൻ ഫോർ ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനും എക്സിസ്റ്റൻസിനും വളരെ ഒരു ഫൗണ്ടേഷൻ ഫോം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സൊസൈറ്റിയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിൽ നോക്കിയ ഒരു ഡെഫിനിഷൻ, ഗ്രീനിൻ്റെ ഡെഫിനിഷൻ: എ സൊസൈറ്റി ഈസ് ദി ലാർജർ ഗ്രൂപ്പ് ടു വിച്ച് എനി ഇൻഡിവിജ്വൽ ബിലോങ്സ്. സൊസൈറ്റി എന്നുള്ളത് ഒരു ലാർജർ ഗ്രൂപ്പാണ് അല്ലേ, ഇൻഡിവിജ്വൽസ് ബിലോങ്സ് ചെയ്യുന്ന ഒരു ലാർജർ ഗ്രൂപ്പാണ്. ഇതാണ് ഗ്രീനിൻ്റെ ഒരു ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞതിൽ എഴുതി വയ്ക്കേണ്ടത്, ആദ്യമായിട്ട് എഴുതേണ്ടത് ഈ ഒരു ടേബിളാണ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ടേബിളാണ്. അപ്പോൾ ഇതിൽ ഓരോ സിറ്റുവേഷനും എന്താണ് എന്നുള്ളത് ഈ ടേബിളാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതേണ്ട പോയിൻ്റ് ഈ ഒരു ഡെഫിനിഷൻ. ഇത് നമുക്ക് എക്സാമിന് പിന്നെ എ സൊസൈറ്റി ഈസ് ദി ലാർജർ ഗ്രൂപ്പ് ടു വിച്ച് എനി ഇൻഡിവിജ്വൽ ബിലോങ്സ്, ഹൂ സെഡ് ദിസ് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ആരാണത് പറഞ്ഞത്? ഗ്രീനാണ്. ഇതും നിങ്ങൾ എഴുതി വയ്ക്കണം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇത്രയും പാർട്ടെന്ന്, പിന്നെ ഈ ഒരു ഇത്ര പാർട്ടെന്ന് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നോക്കിയേ, ഈഫ് ഐസൊലേറ്റഡ്. ഈഫ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ഒരു സ്റ്റോറി ഉണ്ട് വിക്ടറിൻ്റെ. ഇപ്പോൾ ഒരു ആൾ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക അല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിക്ടറിൻ്റെ സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ജസ്റ്റ് ഞാൻ വായിക്കാം. ഇത് നിങ്ങൾ എഴുതി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇമാജിൻ എ ചൈൽഡ് ലിവിങ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടി, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ഈ ഒരു വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടിയുടെ സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. A few huntsmen found a strange creature among the wolves while hunting in the forest near the village of Avron in France. അപ്പോൾ ഈ വിക്ടറിൻ്റെ കഥയാണ് കേട്ടോ അത്. ഒരു കുറച്ച് ഹൺസ്മാൻ, അതായത് വേട്ടക്കാർ, അവരെന്ത് ചെയ്തു? വേട്ടയ്ക്ക് ഇറങ്ങി ഫ്രാൻസിലെ ആവറോൺ വില്ലേജിൽ അവിടെയുള്ള കാടിലാണ് അവർ ഹണ്ടിങ്ങിന് പോയത്. അവിടെ അവരൊരു സ്ട്രേഞ്ച് ക്രിയേച്ചറിനെ കണ്ടു. സ്ട്രേഞ്ച് ക്രിയേച്ചർ എന്നുള്ളതാണ് അവിടെ പിന്നെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ ഇടയിലാണ്? വോൾസ്, ചെന്നായക്കളുടെ ഇടയിൽ ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചറിനെ കണ്ടു. ദ സൈറ്റ് എറോസ്ഡ് ദെയർ ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടതോടു കൂടിയിട്ട്, ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചറിനെ കണ്ടതോടുകൂടി അവരുടെ ക്യൂരിയോസിറ്റി കൂടി, എന്താണ് അവരുടെ ഒരു ജിജ്ഞാസ, അല്ലെങ്കിൽ എന്താണ് അത് എന്നുള്ള ഒരു അറിയാനുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായി. ദേ ഫയർഡ് അറ്റ് ദ വോൾസ് ആൻഡ് ഡ്രോവ് ദം എവേ. അപ്പോൾ ഈ ചെന്നായക്കളുടെ ഇടയിലാണ് ഇത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ചെന്നായക്കളെ പിന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവർ ചെന്നായക്കൾക്കിടയിലേക്ക് ഫയർ ചെയ്തു. Then they chased the creature and trapped it. It had a human form. അതിനുശേഷം അവർ ആ ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചറെ പിടിച്ചു, അതിനെ ട്രാപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്? ഇറ്റ് ഹാഡ് എ ഹ്യൂമൻ ഫോം. മനുഷ്യൻ്റെ എല്ലാവിധ രൂപഭാവങ്ങളും ഉള്ളതായിരുന്നു ആ ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചർ. However, it ran fast using both legs and hands. മനുഷ്യൻ്റെ എല്ലാ രൂപഭാവങ്ങളും ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതെങ്ങനെയാണ്? റാൻ ഫാസ്റ്റ് യൂസിങ് ബോത്ത് ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. തൻ്റെ 2 കാലുകളും കൈകളും ഉപയോഗിച്ചിട്ട് വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ട് അതിന് കഴിയുമായിരുന്നു. വിത്ത് മച്ച് എഫേർട്ട് ദേ ടുക്ക് ദി ക്രോളിങ്, സ്ക്രാച്ചിങ് ആൻഡ് ബൈറ്റിംഗ് ക്രിയേച്ചർ വിത്ത് ദം. അങ്ങനെ വളരെ നേരത്തെ ശ്രമത്തിന് ശേഷം അവരെന്ത് ചെയ്തു? ആ ക്രിയേച്ചറിന്, അല്ലെങ്കിൽ ആ
ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മൃഗങ്ങളെ പോലെ മുരളുകയും കടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്ന ആ ക്രിയേച്ചറിനെ അവർ പിടിച്ചു. ഇറ്റ് വാസ് എ ഹ്യൂമൻ ചൈൽഡ്, അത് ശരിക്കും ഒരു മനുഷ്യക്കുട്ടിയായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു സ്പീക്ക്, ഡ്രസ് ഓർ ഈറ്റ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ചൈൽഡ് ആയിരുന്നുവെങ്കിലും മനുഷ്യരെ പോലെ സംസാരിക്കാനോ ഡ്രസ്സ് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തന്നെ അതിന് സാധിക്കുമായിരുന്നില്ല. ഹി പൊസസ്ഡ് നോ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്, മനുഷ്യൻ്റേതായിട്ടുള്ള യാതൊരു ക്യാരക്ടറിസ്റ്റിക്സും സവിശേഷതകളും അതിനുണ്ടായിരുന്നില്ല. ലേറ്റർ ദ ചൈൽഡ് വാസ് ടേക്കൺ ടു പാരീസ് ഫോർ ഫർദർ റിസർച്ച്. അങ്ങനെ ഈ ഒരു കുട്ടിയെ പിന്നെയുള്ള റിസർച്ചിന് വേണ്ടിയിട്ട് എവിടെ കൊണ്ടുപോയി, പാരീസിലേക്ക് കൊണ്ടുപോയി. Jean-Marc Itard, a doctor there, adopted him. The doctor and the nurse who assisted him named the child Victor. അങ്ങനെ ജീൻ-മാർക്ക് ഇറ്റാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഈ ഒരു കുട്ടിയെ ദത്തെടുത്തു, അഡോപ്റ്റ് ചെയ്തു. ദ ഡോക്ടർ ആൻഡ് ദ നേഴ്സ് ഹു അസിസ്റ്റഡ് ഹിം നെയ്മഡ് ദ ചൈൽഡ് വിക്ടർ. അങ്ങനെ അവരാണ് അവന് ഏതു പേര് കൊടുത്തത്, വിക്ടർ എന്നുള്ള ഒരു പേര് കൊടുത്തത്. ദേ ഫൗണ്ട് ദാറ്റ് ഹി വാസ് 12 years ഓൾഡ്. അവന് എത്ര വയസ്സായിരുന്നു, 12 വയസ്സാണ് അവന് ഉണ്ടായിരുന്നത്. ദേ ട്രെയിൻഡ് വിക്ടർ ടു സ്പീക്ക്, ഈറ്റ് ആൻഡ് ഡ്രസ് ലൈക്ക് എ നോർമൽ ഹ്യൂമൻ ചൈൽഡ്. ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ വിക്ടർ ടു ലേൺ ഓൾ ദീസ്. അപ്പോൾ സാധാരണ കുട്ടികളെ പോലെ അവനെ സംസാരിപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ അവർ ട്രെയിൻ ചെയ്തു. പക്ഷേ ഇതൊന്നും വിക്ടറിന് അത്ര ഈസി ആയിരുന്നില്ല. ഹി ട്രൈഡ് ടു സ്കാറ്റർ ദ ഫുഡ് ആൻഡ് ലാപ്പ് ഇറ്റ് അപ്പ് ലൈക്ക് ഡോഗ്സ്. അവൻ എന്താ ചെയ്തത്, ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ അത് മൃഗങ്ങളെ പോലെ, ഡോഗ്സുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അത് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് എന്താ, അവൻ നക്കിയാണ് കഴിച്ചത് ലാപ്പ്. ഹി ഡിഡ് നോട്ട് യൂസ് ദ ബെഡ് ആൻഡ് ബ്ലാങ്കറ്റ് ഇൻ ദ റൂം ബട്ട് പ്രിഫേർഡ് ടു സ്ലീപ്പ് ഇൻ എ കോർണർ. അവന് കിടക്കാൻ വേണ്ടിയിട്ട് ബെഡും ബ്ലാങ്കറ്റും ഒക്കെ കൊടുത്തു. പക്ഷെ അവൻ അതൊന്നും യൂസ് ചെയ്യാതെ ആ റൂമിൻ്റെ ഒരു കോർണറിലാണ് അവന് ഉറങ്ങിയത്. ഇറ്റ് വാസ് ആഫ്റ്റർ ലോങ് ഡേയ്സ് ഓഫ് ട്രെയിനിങ് ദാറ്റ് ഹീ കുഡ് അട്ടർ എ ഫ്യൂ വേർഡ്സ്. അങ്ങനെ ഒരുപാട് കാലം അവനെ ട്രെയിൻ ചെയ്യിച്ചു. അതിനുശേഷം എന്താണ്, അവന് ചില ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ അട്ടർ ചെയ്തു, ഉച്ചരിച്ചു. The behavioral patterns, customs and norms of the human society were unknown to him. അപ്പോൾ he could not assimilate the things that an individual learns from the society. Sadly, he could not survive with human beings. അപ്പോൾ സാധാരണ മനുഷ്യരുടെ ബിഹേവിയർ പാറ്റേൺസോ കസ്റ്റംസോ ഒന്നും തന്നെ അവന് അറിയാമായിരുന്നില്ല. എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവൻ അറിയാമായിരുന്നില്ല. സാഡ്ലി ഹി കുഡ് നോട്ട് സർവൈവ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് അല്ലേ. അപ്പോൾ അവനെ കുറേയൊക്കെ ട്രെയിൻ ചെയ്തു എങ്കിലും അവന് എന്തുണ്ടായില്ല, ഹ്യൂമൻ ബീയിങ്സിനെ പോലെ പെരുമാറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ കാരണം എന്താണ്, അവൻ അത്രയും കാലം ഈ ഒരു 12 വയസ്സ് വരെ അവൻ ഈ ഒരു ചെന്നായ്ക്കളുടെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അവൻ അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് കാണിച്ചത്. അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിച്ചുള്ള മനുഷ്യരുടെ ഒരു ഇടപെടലും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച വിക്ടറിൻ്റെ ഒരു കഥയാണിത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ്, ദ ലൈഫ് ഓഫ് കമല ആൻഡ് അമല, 2 girls ഫൗണ്ട് ലിവിങ് വിത്ത് അനിമൽസ് ഇൻ മിഡ്നാപൂർ വില്ലേജ് ഓഫ് ബംഗാൾ ഇൻ 1920 വാസ് ആൾസോ സിമിലർ ടു ദാറ്റ് ഓഫ് വിക്ടർ. വിക്ടറിൻ്റെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഇതാണ് മിഡ്നാപൂർ വില്ലേജ്, ബംഗാളിലെ മിഡ്നാപൂർ വില്ലേജിൽ 2 കുട്ടികൾ, കമലയും അമലയും, അവർ ഇതുപോലെ തന്നെ അനിമൽസിൻ്റെ ഒപ്പം ജീവിച്ച 2 കുട്ടികളാണ്. ദ condition of Anna, who had been detained in the dark attic of a house in America, was not different from this. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി അന്ന എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുള്ള മറ്റൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെയും അവസ്ഥയും ഇതുപോലത്തൊക്കെ തന്നെയാണ് ഏകദേശം. ഷി വാസ് നോട്ട് ഈവൻ ഏബിൾ ടു വാക്ക് ഓർ ടോക്ക് ലൈക്ക് എ നോർമൽ ചൈൽഡ് വെൻ ഷി വാസ് റിലീസ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 6 ഫ്രം ദി ലോൺലി ഡിറ്റൻഷൻ ഇൻ 1938. അപ്പോൾ അവൾ ഇതേപോലെ തന്നെ 6-ാമത്തെ വയസ്സിലാണ് അവൾ റിലീസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുവരെ അവൾക്ക് സാധാരണ കുട്ടികളെ പോലെ സംസാരിക്കാനോ നടക്കാനോ ഒന്നും തന്നെ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ
ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള മറ്റുള്ള മനുഷ്യരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുടെ അവസ്ഥയാണ് നമ്മൾ ഇതിലൊക്കെ തന്നെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെ കണ്ടിട്ടാണ്. നമ്മൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരുടേതായിട്ടുള്ള എല്ലാ ഇതും കാണിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ. എന്താണ് കമ്മ്യൂണിറ്റിയും അസോസിയേഷനും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കമ്മ്യൂണിറ്റി നോക്കിയേ. കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വിത്ത് ദ ഫീലിംഗ് ഓഫ് വൺനെസ്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വിത്ത് എ ഫീലിംഗ് ഓഫ് വൺനെസ്, അല്ലേ? ഒരു കൂട്ടം ആളുകൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഫീലിങ്ങിലൂടെ ജീവിക്കുന്ന ഒരു ലൊക്കാലിറ്റിയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ലിവിങ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഓർഗനൈസ്ഡ് ഇൻറ്ററാക്ഷൻ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് കോമൺ കൾച്ചറൽ വാല്യൂസ് ആർ ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ മേജറായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ലിവിങ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, അല്ലേ? ഒരു ഡെഫിനിറ്റ് ലൊക്കാലിറ്റിയിലായിരിക്കും അവർ ജീവിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? ഓർഗനൈസ്ഡ് ഇൻറ്ററാക്ഷൻ, അവർ തമ്മിൽ ഇൻറ്ററാക്ഷൻ ഉണ്ടായിരിക്കും. ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ കോമൺ കൾച്ചറൽ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. കമ്പയർഡ് ടു സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഈസ് എ സ്മോളർ യൂണിറ്റ്. ഇനി സൊസൈറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി എന്താണ്? ഒരു സ്മോളർ യൂണിറ്റ് ആണ്. However, the relationship among the members of a community is more intense than that in a society. പക്ഷേ എന്നിരുന്നാലും എന്താണ്? The relationship among the members of a community is more intense. ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഇൻറ്റൻസ് ആയിരിക്കും സൊസൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ. സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാർജർ ഗ്രൂപ്പാണ്. അത്ര തന്നെ ലാർജർ ഗ്രൂപ്പല്ല കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് മോർ ഇൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. എന്താണ്? വാട്ട് ഈസ് കമ്മ്യൂണിറ്റി? ഡിഫൈൻ കമ്മ്യൂണിറ്റി. അതിൽ നിങ്ങൾ എഴുതേണ്ടത് കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വിത്ത് ദ ഫീലിംഗ് ഓഫ് വൺനെസ്, ലിവിങ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഓർഗനൈസ്ഡ് ഇൻറ്ററാക്ഷൻ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് കോമൺ കൾച്ചറൽ വാല്യൂസ് ആർ ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഇത്രയുമാണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ എഴുതേണ്ടത്. Then, ഇനി what could be the reasons for considering the people residing in the same village as a community? ഇനി എന്തൊക്കെയാണ് റീസൺസ്? എന്താണ്? വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ കൺസിഡറിങ് ദ പീപ്പിൾ റിസൈഡിങ് ഇൻ എ സെയിം വില്ലേജ് ആസ് എ കമ്മ്യൂണിറ്റി. അതിൽ നമ്മളിവിടെ പറയുന്നുണ്ട് പോയിൻറ്റ്സിൽ എന്തൊക്കെയാണ്? ദ ഫീലിംഗ് ഓഫ് വൺനെസ്. ഒന്നാമത്തത് ഫീലിംഗ് ഓഫ് വൺനെസ്. അതേപോലെ തന്നെ ഈ പോയിൻ്റാണ് ലിവിങ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഓർഗനൈസ്ഡ് ഇൻറ്ററാക്ഷൻ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അത് തന്നെയാണ് ഇവിടെ വരുന്ന പോയിൻറ്റ്സുകൾ. ഇനി അടുത്തത് അസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ? അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ അസോസിയേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്ട്രൈവിങ് ടു അച്ചീവ് സ്പെസിഫിക് എയിംസ്. അസോസിയേഷൻ എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ സ്ട്രൈവിങ് ടു അച്ചീവ് സ്പെസിഫിക് എയിംസ്, അല്ലേ? ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, അച്ചീവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് എന്ത് പറയുക? അസോസിയേഷൻ. ഇനി അസോസിയേഷൻസ് ആർ ഫോംഡ് വിത്ത് ദ എയിം ഓഫ് ഡെവലപ്പിംഗ് ദി ഇൻഡിവിജ്വൽസ് ടാലൻറ്റ് ഫോർ ദി കോമൺ ഗുഡ്. ഇനി അസോസിയേഷൻസ് എന്തിനാണ് ഫോം ചെയ്തിട്ടുള്ളത്? എയിം ഓഫ് ഡെവലപ്പിംഗ് ദി ഇൻഡിവിജ്വൽസ് ടാലൻറ്റ് ഫോർ ദി കോമൺ ഗുഡ്. ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിൻ്റെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യുക. അതാണ് അസോസിയേഷൻ്റെ എയിം. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റെസിഡൻസ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ. ഇതൊക്കെ നമുക്ക് അസോസിയേഷന് എക്സാമ്പിളാണ്. ഇനി അസോസിയേഷനെ കുറിച്ചുള്ള ബൊഗാഡസിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസോസിയേഷൻ ഈസ് യൂഷ്വലി എ വർക്കിംഗ് ടുഗദർ ഓഫ് പീപ്പിൾ ടു അച്ചീവ് സം പർപ്പസ്. ബൊഗാഡസിൻ്റെ ഡെഫിനിഷനാണ്. എന്താണ് അസോസിയേഷൻ? വർക്കിംഗ് ടുഗദർ ഓഫ് പീപ്പിൾ, അല്ലേ? ചില പർപ്പസസിന് വേണ്ടിയിട്ട് ഒന്നിച്ച് ചേർന്ന് ആൾക്ക് പ്രവർത്തിക്കുന്ന, പിന്നെ അതിനെയാണ് എന്ത് പറയുന്നത്? അസോസിയേഷൻ. ഈ ഡെഫിനിഷൻ ബൊഗാഡസിൻ്റെ ഡെഫിനിഷൻ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയുമൊക്കെയാണ് അസോസിയേഷനെ കുറിച്ച് എഴുതാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ
ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് നിങ്ങൾ നോട്ടായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി അയക്കുക. ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് സോഷ്യൽ റിലേഷൻഷിപ്പ്? ഈ ഒരു പിക്ചർ നോക്കുക, ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണ് കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ എന്തൊക്കെയാണ്? അതിൽ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞു. കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വിത്ത് ദ ഫീലിംഗ് ഓഫ് വൺനെസ്, living together in a definite locality, organized interaction, close social relationship and common cultural values are the major characteristics of a community. ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത് വാട്ട് ഈസ് അസോസിയേഷൻ. അതിലെഴുതേണ്ടത് എന്താണ്? ആൻ അസോസിയേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്ട്രൈവിംഗ് ടു അച്ചീവ് specific aims. Associations are formed with the aim of developing the individual's talent for the common good. അതിന് എക്സാമ്പിളും എഴുതണം. റെസിഡൻസ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ, ഇതാണ് എക്സാമ്പിൾ. പിന്നെ നിങ്ങൾ ബൊഗാഡസിൻ്റെ ഈ ഒരു ഡെഫിനിഷനും നിങ്ങൾ എഴുതി വയ്ക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ വേറൊരു ഡെഫിനിഷനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾ എഴുതി വയ്ക്കേണ്ടതാണ്. ഏതാണ് ആ ഡെഫിനിഷൻ? ഗ്രീനിൻ്റെ അല്ലേ. ആൻഡ് എ സൊസൈറ്റി ഈസ് എ ലാർജർ ഗ്രൂപ്പ് ടു വിച്ച് എനി ഇൻഡിവിജ്വൽ ബിലോങ്സ്. ഈ ഒരു ഡെഫിനിഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ടത്. എനിക്ക് എഴുതി അയക്കേണ്ടതും ഇത്രയും ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.